എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈ മൊരിഞ്ഞ പരിപ്പ് വട. ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതാണ് കേട്ടോ. അതായത് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇതിനൊരു വ്യത്യസ്തത ഉണ്ട്. സാധാരണ പരിപ്പ് വട ഉണ്ടാക്കണേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിന് വ്യത്യാസമുണ്ട്. അത് ഞാൻ പിന്നാലെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരൂ. ശരി, എന്നാൽ റെസിപ്പിയിലേക്ക് പോവാം. ഈ വ്യത്യസ്തമായ രുചിയിലുള്ള പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ പരിപ്പാണ് കേട്ടോ. അതായത് ഇത് രണ്ട് പരിപ്പ് മിക്സ് ചെയ്തതാണ്. ഒന്ന് ഗ്രീൻ പീസിൻ്റെ പരിപ്പ്, അതായത് നമ്മൾ ഗ്രീൻ പീസ് കിട്ടില്ലേ, അതിൻ്റെ പരിപ്പാണ്. അതിന് ഇവിടെ മട്ടർ ഡാൾ എന്നാണ് പറയുക. അതുപോലെ തന്നെ സാധാരണ പരിപ്പ് വട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കടലപ്പരിപ്പും. അപ്പോൾ ഒരു ഗ്ലാസ് പരിപ്പ് എടുക്കുമ്പോൾ 3/4 ഗ്ലാസ് ഈ ഗ്രീൻ പീസിൻ്റെ പരിപ്പ് എടുക്കുക. അതുപോലെ തന്നെ 1/4 ഗ്ലാസ് നമ്മുടെ കടലപ്പരിപ്പും കൂടി എടുക്കുക. അങ്ങനെ ഒരു ഗ്ലാസ് പരിപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് കുതിർത്തിട്ട് പാകത്തിന് കുതിർത്തി എടുത്തിട്ടുള്ള പരിപ്പാണിത് കേട്ടോ. ഇത് നമുക്കിത് ആവശ്യത്തിന് പാകത്തിന് അരച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ചെറിയ ഉള്ളി, ഇതിൽ ചെറിയ ഉള്ളി തന്നെ വേണം. ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ഇതിൽ കായപ്പൊടി ഇടണം, ഒരു ലേശം കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മുളക് പൊടി ഇടണം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കണം. പിന്നെ ഈ പരിപ്പ് അരയ്ക്കുമ്പോൾ തന്നെ ഞാനിവിടെ ഒരു 2-3 വറ്റൽ മുളക് കണ്ടോ, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അത് പരിപ്പ് അരച്ച് വരുമ്പോൾ ഒരു കളറിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് അരയ്ക്കുന്നത്. ഇതെന്താ വെച്ചാൽ സാധാരണ നമ്മൾ ഉണ്ടാക്കണ പരിപ്പ് വട പറഞ്ഞാൽ നമ്മൾ വീട്ടുകളിലൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ടുള്ളത് കടലപ്പരിപ്പ് വെച്ചിട്ടാണ്. ഇത് ഈ തട്ടുകടയിൽ ഉണ്ടാക്കണ പരിപ്പ് വടയാണ്. നമ്മുടെ നാട്ടിൽ തട്ടുകടയിലൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അവർ ഉപയോഗിക്കുക ഈ ഗ്രീൻ പീസിൻ്റെ പരിപ്പാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ശരി, ഈ പരിപ്പൊന്ന് ശരിക്ക് അരച്ചിട്ട് വരട്ടെ. പരിപ്പൊക്കെ പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. അരക്കണേക്ക് മുമ്പായി ഒരു 2 ടീസ്പൂൺ പരിപ്പ് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അതായത് ഇങ്ങനെ ഇടയിൽ നമുക്കൊന്നിങ്ങനെ മുഴുവനായിട്ടുള്ള പരിപ്പ് കിട്ടേണ്ട, അതിനായിട്ട് 2 ടീസ്പൂൺ പരിപ്പ് മാറ്റി വെച്ചിട്ട് അത് ഈ അരച്ച പരിപ്പ് കൂടെ മിക്സ് ചെയ്തതാണ്. ഇനി നമുക്കിതിലേക്ക് എല്ലാ ചേരുവകളും ചേർത്തിട്ട് നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പൂൺ കൊണ്ടൊന്നും ഇളക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഇത് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് മുറിച്ച് വെച്ചത് കൊടുത്തു. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതായത് ചെറുതായിട്ടൊരു മഞ്ഞ കളർ കിട്ടാൻ. ഞാൻ ഈ പരിപ്പ് അരയ്ക്കുമ്പോൾ തന്നെ വറ്റൽമുളക് ചേർത്തുകൊണ്ട് ചെറുതായിട്ടൊരു കളറുണ്ട്, ഇതിന് ചുവപ്പ് കളറുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്കിതിൽ ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി ചേർക്കുക. അതുപോലെ തന്നെ അതിനോടൊപ്പം കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അത് നന്നായി ഇളക്കി ചേർക്കട്ടെ. എന്നിട്ട് ഇളക്കി ചേർക്കുമ്പോൾ നോക്കുക, എരിവ് കുറവാണെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. കാരണം ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശരി, ഇത് നന്നായി ഇളക്കിയെടുക്കട്ടെ. അപ്പോൾ ഞാനിതിൽ ഒരു പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു നുള്ളു കായപ്പൊടി, ഒരു ചെറിയ മണത്തിന് വേണ്ടി മാത്രം. അധികമായി കഴിഞ്ഞാൽ ഇത് കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ അത് സൂക്ഷിച്ചിട്ട് വേണം ചേർക്കാൻ. അതുപോലെ തന്നെ ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരുപാട് ആവരുത്. കാരണം ഒരുപാട് മഞ്ഞ കളറൊന്നും പരിപ്പോടെ ആവശ്യമില്ല. ഒരു ചുവന്ന കളർ തന്നെയാണ് വേണ്ടത്. അതിന് വേണ്ടിയാണ് വറ്റൽമുളക് ചേർത്തിട്ട് അരച്ചുള്ളത്. പിന്നെ ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുത്തു. കാരണം എനിക്ക് എരിവ് കുറച്ച് കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം. അത് നോക്കണം, പച്ചമുളക് ചേർത്തിട്ടും എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി തന്നെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് ഇതിലേക്ക് എല്ലാ ഭാഗത്തേക്കും എല്ലാ ഇതും എത്തിയിട്ട് ആ ഉള്ളിയുടെ ഇതൊക്കെ ശരിക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കടായി അടുപ്പത്ത് വെച്ചു. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പരിപ്പുവട ഓരോന്നായിട്ട് പരത്തിയിട്ടിടാം. അപ്പോൾ അറിയാലോ, പരിപ്പുവട പരത്തുമ്പോൾ ആദ്യം കയ്യിൽ ഇത്തിരി വെള്ളം നനവാക്കണം. എന്നിട്ട് ചെറുതായിട്ട് മാവ് എടുത്തിട്ട് നമുക്ക് പരത്തി കൊടുത്തിട്ട് ഇട്ടാൽ മതി. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പരിപ്പുവട ഉണ്ടാക്കാൻ അറിയാത്ത മലയാളികളൊന്നും അധികം ഇല്ല. പക്ഷേ ഞാൻ ഇത് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ഈ പരിപ്പിലാണ് ഇതിൻ്റെ വ്യത്യാസം ഇരിക്കുന്നത്. ഈ 2 പരിപ്പും കൂടി മിക്സ് ചെയ്തുണ്ടാക്കുമ്പോൾ വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്താ അങ്ങനെ പരത്തുക, ഇതാ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം നോക്കുക, ഇട്ടിട്ട്
ഇത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് വേണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. നമുക്ക് കരിഞ്ഞു പോയിച്ചാൽ പെട്ടെന്ന് ഒരു ഭാഗം മൊരിഞ്ഞാവും, ഉൾഭാഗം വേവില്ല. അതൊക്കെ അറിയുന്ന കാര്യമല്ല എല്ലാവർക്കും. ഇതൊക്കെ പുതിയതായി ചെയ്യണ കുട്ടികൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാണ്ട് അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പോൾ ഇത് പുതിയ പിള്ളേർ പഠിക്കുന്ന ഇപ്പം പുതിയതായി പാചകം തുടങ്ങിയ പിള്ളേർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കുക. അങ്ങനെ കണ്ടോ, അങ്ങനെ വരത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് ഓരോ ഭാഗം 2 ഭാഗം നന്നായി മൊരിച്ചെടുക്കുക. ഒരു ഭാഗം കൈ വന്ന ഒന്നിങ്ങനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ കൈ കൊണ്ടൊന്നും ആക്കണ്ട കേട്ടോ, അത് നമ്മളിങ്ങനെ ആക്കി പരിചയമുള്ളതുകൊണ്ട് ആക്കുകയാണ്. പുതിയ ആൾക്കാരൊന്നും ഇങ്ങനെ ചെയ്യരുത്, കൈയൊന്നും പൊള്ളിക്കണ്ട. അപ്പോൾ ഓരോ ഭാഗമായിട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 എണ്ണം 3 എണ്ണം ഒക്കെ വീതം അറ്റ് എ ടൈമിൽ ഉണ്ടാക്കി എടുക്കുക. ഒരേ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മറിച്ചെടുക്കാം. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം. എന്തായാലും ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കുക. അപ്പം മെല്ലെ അത് ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് നല്ല മൊരിച്ച് തന്നെ എടുക്കണം. അതാണ് ഈ തട്ടുകട സ്റ്റൈല് പരിപ്പ് വടയുടെ ഒരു പ്രത്യേകത. നല്ല മൊരിഞ്ഞിട്ടായിരിക്കും അത് കേട്ടോ. കാണാൻ നല്ല ഇതുമായിരിക്കും. പിന്നെ ടേസ്റ്റ് ഒരു വ്യത്യസ്ത ടേസ്റ്റാണത്. അത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കി അറിയാം. മറ്റേ കടലപ്പരിപ്പ് കൊണ്ട് ഉപയോഗിക്കുന്ന പരിപ്പ് വട പറഞ്ഞാൽ ഓൾറെഡി നല്ല ടേസ്റ്റുള്ളതാണ്, മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്, വിഭവമാണ്. പക്ഷേ ഈ ഇതിൻ്റെ ഗ്രീൻ പീസിൻ്റെ പരിപ്പും കൂടി ഉപയോഗിച്ചുണ്ടാക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അത് ഈ നമ്മുടെ നാട്ടിൽ തട്ടുകടകളിൽ ചില തട്ടുകടകളിലാണ് ഈ പരിപ്പ് ഉപയോഗിക്കുക. എല്ലാ സ്ഥലത്തൊന്നും ഇതല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. എല്ലാ സ്ഥലത്തും സാധാരണ നമ്മൾ കടലപ്പരിപ്പ് തന്നെയാണ് നാട്ടിലൊക്കെ ഉപയോഗിക്കുക. ചില സ്ഥലങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിന്. ഇതാണ് ഈ പരിപ്പാണ് അതിന് ഉപയോഗിക്കുന്നത്. അതാണ് ആ വ്യത്യസ്തത കേട്ടോ. അപ്പോൾ ശരി, ഇന്നെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ നമ്മുടെ മൊരിഞ്ഞ പരിപ്പ് വട റെഡിയായി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ കളറിനൊരു വ്യത്യാസം, നല്ല ചുമന്ന കളറായിട്ട് വരാം. ഇത് ഞാൻ ഉണക്കമുളക്, അതായത് നമ്മുടെ വറ്റൽ മുളക് 2-3 എണ്ണം പരിപ്പ് കുതിർക്കണതിൻ്റെ കൂടെ കുതിർത്തിട്ട് അരച്ചിട്ടുണ്ട് ഈ കളർ കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ആ പരിപ്പിനും കുറച്ച് കളറിന് വ്യത്യാസമുണ്ട്, അതാണ് അങ്ങനെയുള്ളത് കേട്ടോ. അപ്പോൾ ആ പരിപ്പ് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ പറഞ്ഞില്ലേ ഗ്രീൻ പീസിൻ്റെ പരിപ്പ് ചേർക്കണം എന്നുള്ളത്, അത് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. നമ്മുടെ കടലപ്പരിപ്പിനേക്കാളും കുറച്ചും കൂടി ഒരു കളർ കൂടിയതാണ്. അതുപോലെ കുറച്ച് പരിപ്പും കൂടുതലുണ്ടാവും. അപ്പോൾ അത് ഒരു 3/4 ഗ്ലാസും കടലപ്പരിപ്പ് ഒരു 1/4 ഗ്ലാസും കൂടി ചേർത്തിട്ട് എടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ രീതിയിൽ പരിപ്പ് വട ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാവും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.